ആദ്യമായി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാകുന്ന വിധത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇത്തരം വിഷയങ്ങളിൽ തീരുമാനം പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൗർഭാഗ്യവശാൽ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം അതിലൂന്നുന്നില്ല. ഉദാഹരണത്തിന് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ സംഭവ പരമ്പരകളെല്ലാം ഉണ്ടാകുന്നത് വളരെ പ്രസിദ്ധനും ജനപ്രിയനുമായ കേരളത്തിലെ ഒരു ചലച്ചിത്ര നായകൻ, അദ്ദേഹത്തിന് ഒരു നടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഘാതമേൽക്കുന്ന തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായത് സംബന്ധിച്ച് പരാതി ഉയർന്നു വന്നപ്പോഴാണ് ഈ ചലച്ചിത്ര മേഖലയിലെ വനിതകളായ പ്രവർത്തകരുടെ കളക്റ്റീവ് തന്നെ ഉണ്ടാകുന്നത്, WCC തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് ആ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ് ജനപ്രിയനായ ആ നടനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കുകയും അദ്ദേഹം മാസങ്ങളോളം ജയിലിൽ കിടക്കുകയും ചെയ്തു. ഇപ്പം ഒരു വിഭാഗം മാധ്യമങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ആഖ്യാനം ഈ ഗവൺമെൻറ് ഇക്കാര്യങ്ങളിൽ ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഈ ഒറ്റ ഉദാഹരണം കൊണ്ട് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം വിഷയങ്ങളിലുള്ള സ്ത്രീപക്ഷ നിലപാട് വ്യക്തമാണ്. അന്ന് ഈ വനിതാ ചലച്ചിത്ര പ്രവർത്തകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് ഈ ഹേമ കമ്മിറ്റി തന്നെ നിയോഗിക്കപ്പെടുന്നത്. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ തുടർച്ചയെന്നുള്ള നിലയിലുമാണ് ഇപ്പോഴത്തെ സംഭവവാസ്യങ്ങളെല്ലാം. അതിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയതെന്ത് തുടങ്ങിയ പല വിഷയങ്ങളുണ്ട്. അതൊക്കെ വിശദീകരിക്കപ്പെട്ടതാണ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ഉന്നയിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒരു MLAയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. MLAമാരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുമുണ്ട്. MP മാരുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഇപ്പോൾ ലോക്സഭയിൽ പ്രവർത്തിക്കുന്ന MP മാരെക്കുറിച്ച് സമാനമായ ആക്ഷേപങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊന്നും കാണിക്കാത്ത താല്പര്യം ഈ കൊല്ലം MLAയുടെ കാര്യത്തിൽ മാധ്യമങ്ങൾ കാണിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് കൊല്ലം MLAക്കെതിരായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ ഗൗരവമായി കാണേണ്ടതല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ എല്ലാം മാധ്യമങ്ങൾ ഇവയെല്ലാം തുല്യ നീതി നൽകുക എന്നുള്ള അർത്ഥത്തിൽ കാണണം. കൊല്ലം MLAയെ സംബന്ധിച്ച് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിന്നെ കൊല്ലം MLAയെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടിയുമെല്ലാം ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ്. കേന്ദ്ര നേതൃത്വം CPIയുടെ കേന്ദ്ര നേതൃത്വം അപ്പോൾ ഈ ആനി രാജ ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളോട് സംസാരിച്ചു, രാജിവെക്കണം എന്ന ഒരു കൃത്യമായൊരു നിലപാട് പറയുകയാണ്. ആ രൂപത്തിൽ പറയുമ്പോൾ CPMൻ്റെ കേന്ദ്ര നേതൃത്വം പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയ്ക്ക് അങ്ങക്ക് അതിനോട് എന്താ പറയാനുള്ളത്? അല്ല, എൻ്റെ സഹോദരി ആനി രാജ അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞു. അത് നിങ്ങളുടെ എല്ലാം മുമ്പിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകവുമായി ചർച്ച ചെയ്തിട്ട് മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ കഴിയൂ. ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ MLAമാർക്കെതിരെ സമാനമായ രീതിയിലുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഈ രീതിയിൽ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിസ്സാരവൽക്കരിക്കുകയല്ല, ഇതെല്ലാം ഗൗരവമുള്ളതാണ് എല്ലാ ആരോപണങ്ങളും. പക്ഷെ നിങ്ങൾ ചിലതിനെ നിസ്സാരവൽക്കരിക്കുകയും ചിലതിന് മാത്രം ഗൗരവമുണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ നേരെയാണ് വലുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ശക്തമായ നിലപാടെടുക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 4 വനിതാ IPS ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിയോഗിച്ചിരിക്കുകയാണ്. അവരോരോ നടപടികളും കൈക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങളും മോണിറ്റർ ചെയ്യൂ മാധ്യമങ്ങൾ, എങ്ങനെയാണ് ഈ ഗവൺമെൻറ് ആരെങ്കിലും രക്ഷിക്കുന്ന തരത്തിൽ നീങ്ങുന്നുണ്ടോ. MLAയുടെ കേസിൽ കേരളത്തിലെ LDFും ബന്ധപ്പെട്ട പാർട്ടിയും ആലോചിച്ച് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും. അതല്ലാതെ ഒറ്റയ്ക്ക് ഒരു അഭിപ്രായം ഞാൻ പറയേണ്ട